ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളിൽ പലരും നമ്മളോട് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡൗട്ടിന്, അതായത് നമ്മുടെ കമന്റ് സെക്ഷൻ വഴിയും ടെലികോളേഴ്സിനൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ടൈറ്റിൽ കണ്ട പോലെ തന്നെ PSCയിൽ നിന്ന് റെയിൽവേയിലേക്ക്, PSCയിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് സ്ട്രാറ്റജിയിൽ ആ ഒരു പിഴവ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാംസുകൾ എഴുതിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കരിയർ ഷിഫ്റ്റ് എന്ന പോലെ നിങ്ങൾ ബാക്കി എക്സാംസുകൾ ട്രൈ ചെയ്യാനായിട്ട് നോക്കും അല്ലെ. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഞാൻ PSC ഇത്രയും നാൾ പഠിച്ചു, ഇനി എനിക്ക് ഒരു കരിയർ ഷിഫ്റ്റ് എളുപ്പമാണോ, എനിക്ക് SSCയിലേക്ക് അല്ലെങ്കിൽ റെയിൽവേയിലേക്ക് തിരിയുമ്പോൾ ഞാൻ ഈസി ആയിട്ട് സക്സസ്ഫുൾ ആവുമോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, അതായത് PSC പഠിച്ചുകൊണ്ട് ഇത്രയും നാളും അതിൽ സ്റ്റക്ക് ഓൺ ആയിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ആ ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ചാലഞ്ചസിന് എങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എവിടെയാണ് അതിനെ കൃത്യമായിട്ട് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ഈ വീഡിയോയിലൂടെ പറയാണ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് അതിനെ എന്താണ് നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഒരു സയന്റിഫിക്കൽ ഒരു ട്രൂത്ത് ഉണ്ട് അല്ലെ. നമ്മുടെ ഹ്യൂമൻ ഒരു നാച്ചർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഞാൻ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ഓൺ ആയിരുന്നു, അതായത് ഈ പറയുന്ന പോലെ PSCയിലൊക്കെ ഞാൻ ഇത്രയും വർഷം ഞാൻ അതിൽ സ്പെൻഡ് ചെയ്തു, എന്റെ ടൈം പോയി, എന്റെ മണി പോയി, അല്ലെങ്കിൽ എന്റെ എഫേർട്സ് അത്രയും ഞാൻ വേസ്റ്റ് ആക്കുന്ന പോലെയല്ലേ പെട്ടെന്ന് ഒരു കരിയർ ഷിഫ്റ്റ് വരുമ്പോൾ. അപ്പൊ ഞാൻ അതിൽ നിന്ന് മാറണം, PSCയിൽ നിന്ന് മാറി SSCയിലേക്ക് തിരിയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ചാട്ടം, അങ്ങനെ ഒരു ചാടി മാറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ സക്സസ്ഫുൾ ആയാലോ എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ 2-3 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അത് നോർമലാണ്. നമ്മുടെ നോർമലി പറയും ഈ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്ന ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷനിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ഒരു പുതിയൊരു വഴിയിലേക്ക് പോണതാണ് നല്ലതെന്ന് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യും, അവിടെ സ്റ്റക്ക് ഓൺ ആവും. കാരണം എന്താണ്, നമ്മൾ ഇത്രയും എഫേർട്ട് കൊടുത്തു. അത് നിങ്ങളല്ല, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് നമ്മൾ കംഫോർട്ട് ആയി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അത്രയും നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മാറുക എന്നുള്ളത് വലിയ എന്തോ കാര്യമായിട്ടാണ് നമ്മൾ പലരും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അത് ഈവൻ SSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായാലും, ഞാനൊരു 3-4 വർഷം ഞാൻ SSCക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, മാറണം. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അത് ഏതൊരു എക്സാം ആയാലും ശരി തന്നെ, ഏതൊരു കരിയർ ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവിടെ നിന്നിട്ട് നമുക്ക് യൂസ് ഇല്ല, അതായത് ഈ പറയുന്ന പോലെ ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് എഫേർട്സ് ട്രാപ്പ് യുവർ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പാസ്റ്റിൽ എത്രയോ എഫേർട്ട് ഇട്ടോട്ടെ, അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് എന്ത് ചെയ്യണം, മൂവ് ഓൺ ചെയ്യണം. ആ ഒരു ബേസിസിൽ തന്നെ നിങ്ങൾ പോകണം. ആ ഒരു ചിന്താഗതി നിങ്ങളിൽ ആദ്യം തന്നെ, നമ്മൾ എപ്പോഴും ഏതൊരു എക്സാമിന് ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. നമ്മൾ മെന്റൽ എബിലിറ്റിയിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ മറ്റൊരു ഫാക്ടേഴ്സിനെ നോക്കണ്ട. നമ്മൾ ഒരു എക്സാം നമുക്ക് കിട്ടണം വരെ അതിനു വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റി, ആ ഒരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിന്ന് ചേഞ്ച് ആവണം, മൂവ് ആവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൂവ് ആവണം. ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, ഇഫ് അനദർ പാത്ത് ലീഡ്സ് ടു സക്സസ് സൂണർ ആണെങ്കിൽ അത് ടേക്ക് ചെയ്യണം അല്ലെ. ഈ PSC പറയുന്ന പോലെ തന്നെ, PSC ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല പറയുന്നത്. അതിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിനൊരു ടൈം പ്രോസസ്സിംഗ് ഉണ്ട് അല്ലെ, ഒരു ടൈം എടുക്കുന്നുണ്ട്. അത് ഇത്രയും നാളെടുത്ത് ഇങ്ങനെ ലിസ്റ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം എടുത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എഫേർട്ടും നമ്മുടെ ടൈമും ഒക്കെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്ന, അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ, 1 വർഷമാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ്, 1 വർഷത്തിനുള്ളിൽ ജോലി വിളിച്ച് എക്സാംസുകൾ എഴുതി ജോലി കിട്ടുന്ന ഒരു ജോലിയിലേക്ക് പ്രവർത്തിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ ഒരുപാട് നാൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പർലി എടുക്കണം. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വളരാനായിട്ട് ശ്രമിക്കണം. അതാണ് പറയുന്നത്, ഇഫ് യു ആർ നോട്ട് വേസ്റ്റിംഗ് യുവർ ടൈം, യു ആർ മേക്കിംഗ് എ സ്മാർട്ടർ ചോയ്സ് എന്നുള്ളത്. നിങ്ങളൊരു കൃത്യമായിട്ടുള്ള ഒരു ചോയ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ മേക്ക് ചെയ്യാനുള്ളത്. അപ്പൊ PSCയിൽ നിന്ന് SSC അല്ലെങ്കിൽ റെയിൽവേയിലേക്ക് തിരിയുക എന്ന് പറയുന്നത് ശരിയായ ഒരു തീരുമാനമായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്യണം. രണ്ടും കൂടെ, 2 വള്ളത്തിൽ നമ്മൾ കാല് വെച്ച് നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ടായിട്ട് മൂവ് ചെയ്യണം അല്ലെ. സ്മാർട്ടായിട്ട് മൂവ് ചെയ്താൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ എങ്കിൽ പോലും എപ്പോഴും ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടെ മൈൻഡിൽ. നിങ്ങളിപ്പോൾ PSC വിട്ട് വരികയാണെന്നുള്ളൊരു നെഗറ്റീവ് നിങ്ങൾക്ക് തോന്നണ്ട. അതായത് PSC നിങ്ങൾ വിട്ട് വന്നു, അയ്യോ ഞാൻ ഇത്രയും കൊടുത്ത
എഫോർട്ട് വേസ്റ്റ് ആയി പോയെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ആ നിങ്ങൾ അത്രയും നാളെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത എഫോർട്ടിനെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പ്രോബ്ലംസും ആ ചാലഞ്ചസും എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ആ ഷിഫ്റ്റ് എന്തുകൊണ്ടാണ് അത്ര ഈസി ആയിട്ട് തോന്നാത്തത്? PSC നിന്ന് SSC വരുമ്പോൾ എവിടെയാണ് നിങ്ങൾ സ്റ്റക്ക് ഓൺ ആവുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് തന്നെ പറഞ്ഞോളട്ടെ, നിങ്ങളുടെ സിലബസ് ഓവർലാപ്പ് ആൻഡ് ഗ്യാപ്പുകളാണ്. ഫസ്റ്റ് തന്നെ പറയട്ടെ, എന്താണ് മേജർ പ്രോബ്ലം? PSC നിന്ന് സെൻട്രൽ ഗവൺമെന്റിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ ഓഡിയൻസ് എന്താണ്? നമ്മുടെ കേരള ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ? കേരള ബേസ് ചെയ്തിട്ടുള്ള റിനൈസൻസ് ഹിസ്റ്ററി ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള GK ആയിരിക്കും വരുന്നത്. ലോക്കൽ ഹിസ്റ്ററി ആയിരിക്കും വരുന്നത്. അതാണ് ഓട്ടോമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ GK വാസ്റ്റ് ആയിട്ട് പഠിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ PSCക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഇൻഡെപ്ത് നോളജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? PSCക്ക് വേണ്ടി പഠിക്കുന്നത് അല്ലെ? നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. പക്ഷെ ആ പഠിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അത്രയും നമുക്ക് എന്തിൽ വരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ അല്ലെങ്കിൽ SSC പോലുള്ള ഒരു എക്സാമിന് വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചതിൽ ഒരു പകുതിയോളം കാര്യങ്ങൾ നമുക്ക് എന്ത് വരുന്നില്ല, SSC അല്ലെങ്കിൽ റെയിൽവേയിൽ വരുന്നില്ല. സിലബസ് ഓവർലാപ്പ് ആവുമ്പോൾ അതാണ് അവിടെ വരുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഒരു മേജർ ഗ്യാപ്പ് അതാണ്. സെയിം സിലബസ് അല്ല. ആ സിലബസ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പകുതി ടെൻഷൻ ആവും അല്ലെ? സിലബസ് അല്ല, ഞാൻ എന്ത് ചെയ്യും? ഇത്രയും സിലബസ് ഞാൻ ഇനി ഒന്നേന്ന് പഠിക്കണം അല്ലോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിക്കും. കാരണം എന്താണ്? റെയിൽവേ ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്? ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയുടെ മൊത്തം കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ PSCയിൽ കേരള പഠിക്കുന്നെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ജോലികളിൽ നമ്മൾ ഇന്ത്യയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യയുടെ പൊളിറ്റി, നാഷണൽ ലെവലായിട്ടുള്ള സയൻസുകൾ, കറണ്ട് അഫേഴ്സ് പോലത്തെ കാര്യങ്ങൾ. കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റേറ്റ് ലെവലും അല്ല, നാഷണൽ ലെവലാണ്. നാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിന്റെയും കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യം വരുന്നുണ്ട് ആ സമയത്ത്. പക്ഷെ പഠിച്ചാൽ എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ലേ, നമുക്ക് പറ്റുന്ന കാര്യമാണ്. PSCക്ക് നിങ്ങൾ ഇത്രയും എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് SSC അല്ലെങ്കിൽ റെയിൽവേയിലും ആ എഫോർട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം. ഇപ്പൊ ചാലഞ്ചസ് എന്താണ് വരുന്നത്? സ്റ്റുഡൻസ് ഫീൽ ലൈക്ക് ദേ ആർ സ്റ്റാർട്ടിങ് ഓവർ. അതാണ് വരുന്നത് അല്ലെ? സിലബസ് ഞാൻ പകുതിയോളം ഞാൻ പഠിച്ചത് എന്താണ്? SSC റെയിൽവേക്ക് യൂസ് അല്ല. അപ്പൊ ഞാൻ ഇനി ഒന്നേന്ന് പഠിച്ചു തുടങ്ങണോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ വരും. അപ്പൊ തന്നെ നിങ്ങൾ ഒരിക്കലും അയ്യോ വേണ്ട, ഞാൻ PSC തന്നെ നിന്നോളാം അങ്ങനെ ചിന്തിക്കരുത്. ആ ഒരു ചിന്ത നിങ്ങൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അതാണ് പറയുന്നത്. ഒരു മെന്റൽ സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു ജോയിനിങ് ചെയ്യുന്നതിന് മുന്നേ. പക്ഷെ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറും. അതായത് നിങ്ങൾക്ക് എന്തുണ്ട്? സ്റ്റഡി എസ്പെഷ്യലി ഇൻ റീസണിങ് ആൻഡ് മാത്സ്. റീസണിങ് മാത്സും ആണ് പലപ്പോഴും നിങ്ങളെ കുഴപ്പിക്കുന്ന കാര്യവും നമുക്കറിയാം. പക്ഷെ അതിന് എന്ത് ചെയ്യുക? എഫേർട്ട് ഇട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. നിങ്ങൾക്ക് അതൊരു നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. അപ്പൊ അതാണ് മേജർ ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ്. പക്ഷെ അത് എങ്ങനെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാം? എങ്ങനെ നിങ്ങൾ ഇത്രയും 50% ഇനിയും പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ ആ ബാക്കിയുള്ള 50% യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റുന്നത്? സ്റ്റാറ്റിക് GKയുടെ നോളജ്. നിങ്ങൾ എന്താണ് GK ഒരുപാട് പഠിച്ചല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ SSC റെയിൽവേ പഠിക്കുന്ന ആൾക്കാരെക്കാളും ഒരുപാട് GK നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ കുറെ കാര്യമായിട്ട് GK ആണ് പഠിക്കുന്നത്. GKയിലാണ് നിങ്ങളുടെ എന്ത് ചെയ്യുന്നത്? റിവൈസ് ചെയ്യുന്നതും റിവ്യൂ ചെയ്യുന്നതും എല്ലാം എന്താണ്? GK ആണ്. GKയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉറപ്പായിട്ടും അവിടെ ബോണസ് മാർക്ക് കിട്ടും. നിങ്ങളുടെ PSC സ്ട്രെങ്ത് ആയിട്ടുള്ള ജനറൽ അവയർനെസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് എന്ത് കിട്ടും? അഡ്വാൻറ്റേജസ് അവിടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതായത് യു ആർ ഓൾറെഡി സ്റ്റഡി എന്താണ്? ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു അല്ലേ? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മോഡേൺ ഹിസ്റ്ററി എന്തായാലും നിങ്ങൾ പഠിച്ചു കാണൂലേ? ഒരുപാട് വാസ്റ്റിൽ ആൻഷ്യന്റ് അല്ലെങ്കിൽ മെഡീവൽ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് പഠിച്ചു കാണും? മോഡേൺ ഹിസ്റ്ററി പഠിച്ചു കാണും അല്ലെ? ഗാന്ധിജി സമയം 1857 റിവോൾട്ട് തൊട്ട് നിങ്ങൾ തകർത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണാപാഠമായിരിക്കും. അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യൻ ഹിസ്റ്ററി യൂസ് ചെയ്യാം. ജോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഫിസിക്കലും ഇന്ത്യനും പറ്റി നിങ്ങൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ജോഗ്രഫി, അതായത് നമ്മുടെ ജിയോഗ്രഫിക്കൽ ഡിവിഷൻസിനെ പറ്റി പഠിക്കും. അതിൽ നിന്നൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ്? സ്ട്രോങ് ആണ്. നിങ്ങളുടെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയിരിക്കും. പൊളിറ്റി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി പോലെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇതാണ്. എക്കണോമിയുടെ ബേസിക്സുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? എക്കണോമിക്കൽ ബാങ്കിന്റെ കാര്യം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യം, സ്കീമുകളെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സയൻസ് ഫാക്ട്, നിങ്ങൾ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കാറുണ്ട് അല്ലെ? പല ടൈപ്പ് ഓഫ് ഈ പറയുന്ന PSC എക്സാംസുകൾ നടക്കുന്നതിൽ തന്നെ ബയോളജി, എൻവയോൺമെന്റിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. നിങ്ങൾ അവിടെ എന്ത് ചെയ്തു? പഠിക്കാതെ വിട്ട 2 സബ്ജക്ട് ഏതായിരിക്കും? ചിലപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ആയിരിക്കും. ലബോറട്ടറി ഒക്കെ പഠിക്കുന്ന ആൾക്കാർ മാത്രമേ ചിലപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇനി പഠിച്ച് കയറാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ ഒരു 2-3 മാർക്കിന് വരുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് കയറാൻ പറ്റുന്നതാ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള GKയുടെ പകുതി സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കോൺഫിഡൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാന്നുള്ള വിശ്വാസത്തിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. PSC എന്ത് ചെയ്യും? നിങ്ങൾക്ക് ടീച്ചേഴ്സ് യു ഇൻ മോർ ഡെപ്ത്. നിങ്ങൾക്ക് ഡെപ്തിലാണ് പഠിക്കുന്നത്. നിങ്ങൾ SSC റെയിൽവേ സ്റ്റുഡന്റ് പഠിക്കുന്നതിനേക്കാളും ഡെപ്തിൽ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം നമ്മുടെ
GK അല്ലെങ്കിൽ നമ്മുടെ SSC RRBയുടെ GK എങ്ങനെയാണ് വരുന്നത്? വൺ ലൈനർ ആയിട്ടാണ്. അപ്പോൾ വൺ ലൈനർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡെപ്ത് പഠിച്ച നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വൺ ലൈനറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം ഇപ്പൊ PSC എക്സാംസ് നടത്തുന്നത് തന്നെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടാണ്. ആ സ്റ്റേറ്റ്മെന്റ് അത്രയൊന്നും നമ്മുടെ എന്ത് വരുന്നില്ല, SSC അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ് വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, GK അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്വിക്കർ ആയിട്ട് നിങ്ങൾക്ക് GK ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. പക്ഷേ നിങ്ങൾക്ക് പിന്നെ വരുന്ന ഈ ഒരു GK നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുത്ത് മാറ്റാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലായില്ലേ? GK നിങ്ങൾക്ക് സിലബസ് ഓവർലാപ്പ് വരുന്നുണ്ടെങ്കിൽ പോലും GKയിൽ പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ടഫർ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. എന്താണ്? ഒരു ടഫർ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത്. നോർമലി PSCയിൽ എല്ലാവരും സ്റ്റിക്ക് ഓൺ ആവാൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നു എന്താണ്, മാത്സ് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. മാത്സ് എന്താണ്, എത്ര പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല എന്നുള്ളൊരു ആ ഒരു ചിന്തയുള്ളവരാണ് എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ആ GK മാത്രമല്ല GK വായിച്ചെങ്കിലും പഠിച്ചു കളയാം എന്ന് വിചാരിക്കുന്നത്. മാത്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് പലരും എന്നുള്ളൊരു കാര്യം അറിയാവുന്നതാണ്. പക്ഷെ PSCയുടെ കോണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലെ? PSCക്ക് വേണ്ടി നിങ്ങൾ മാത്സ് പഠിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങിയില്ലേ? നിങ്ങൾ ആ സിമ്പിൾ അരിത്തമെറ്റിക് ഒക്കെ പഠിച്ചു തുടങ്ങിയില്ലേ? സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു അരിത്തമെറ്റിക് റീജിയൻ ഒക്കെ പഠിച്ചു തുടങ്ങിയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SSCയുടെയും പഠിച്ചു തുടങ്ങാം. കാരണം PSC ഇപ്പം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അരിത്തമെറ്റിക് ചെയ്യാനുള്ള ഒരു ചാൻസ് തന്നു, നിങ്ങൾ ആ ചാൻസ് യൂസ് ചെയ്ത് തുടങ്ങി. അതേ രീതിയിൽ തന്നെ നിങ്ങൾ SSCയിലും തിരിയുമ്പോൾ അങ്ങനെ പഠിച്ചു തുടങ്ങുക. അവർ കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ RRB SSCയുടെ കോണ്ട് എങ്ങനെയാണ് വരുന്നത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതായത് ആൾജിബ്ര വരുന്നുണ്ട്, ട്രിഗണോമെട്രി വരുന്നുണ്ട്, ജോമെട്രി പോലുള്ള അഡ്വാൻസ് പോർഷൻസ് ഉണ്ട്. അതൊരു എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ നിങ്ങൾ കാണണം. മാത്സ് അത്ര ഈസി അല്ല റെയിൽവേയിലും SSCയിലും. പക്ഷെ തിരിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ഒരു ഫോക്കസ് എവിടെ കൊടുക്കണം? നിങ്ങൾ മാത്സിൽ കൊടുക്കണം. GK നിങ്ങൾ കവർ അല്ലേ, ആ GK എവിടെ നിന്നോട്ടെ. നിങ്ങൾ ആദ്യം എന്തിന് കൊടുക്കണം? മാത്സ് റീസണിങ് പെർഫെക്റ്റ് ആക്കാൻ നോക്കണം. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ മാത്സ് പെർഫെക്റ്റ് ആക്കാൻ നോക്കണം. കാരണം എന്താണ്, റെയിൽവേ ആയാലും SSC ആയാലും അവരുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മാത്സ് എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ ബേസ് തൊട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ, അതായത് കൃത്യമായ കോഴ്സുകളുടെ അടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കാണത്തില്ല എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സെന്ററിൽ പോയി പഠിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇല്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഐഡിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയും പഠിക്കാവുന്നതാണ്. ഒരുപാട് ചാനൽസ് കാലം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു SSCക്ക് വേണ്ടിയായിട്ടും റെയിൽവേക്ക് വേണ്ടിയായിട്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ അഡ്വാൻസ്ഡ് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കാനുള്ള ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നുള്ളൊരു വഴി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അവിടെ നിങ്ങൾ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന എന്ത് തന്നെയാണ്, മെനി PSC ആസ്പിറൻസ് എന്താണ്, ആർട്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാരാണ് അല്ലെ? ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ മാത്സ് പഠിക്കാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവർ SSCയിലും ഉണ്ട്. നമ്മുടെ SSC റെയിൽവേയിലേക്ക് വരുന്നവരും പലരും എന്ത് ചെയ്യുന്നില്ല, ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഈവൻ മാത്സ് ഒരുപാട് നാളായിട്ട് പഠിക്കാത്ത ആൾക്കാരാണ്. എന്ന് പറഞ്ഞ് നമുക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, മാത്സ് കിട്ടുന്നില്ല എന്നല്ല. നമുക്ക് ആവശ്യക്കാർ നമ്മളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പഠിക്കില്ലേ? നമ്മൾ പഠിക്കും, ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ടഫ് ആയിട്ടുള്ള മാത്സ് അല്ല. നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 10ാം ക്ലാസ് വരെയൊക്കെ മാത്സുകൾ പഠിച്ച് കാണത്തില്ലേ? ആ മാത്സിന്റെ ബേസിസിൽ തന്നെ നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാകുന്ന, ആ ഒരു ലോജിക്കൽ സെൻസ് നിങ്ങൾക്ക് ഉണ്ടായി, ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടെന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ എംഫസിസ് ചെയ്യേണ്ട എവിടെയാണ്? ഇനി റെയിൽവേ എക്സാംസിൽ കൂടുതലും ചോദിക്കുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് ആണ്. പിന്നെ വരുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. അത് കഴിഞ്ഞ് സ്പീഡ് പ്ലസ് ആക്യുറസി നന്നായിട്ട് വേണം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇത്രയും നാൾ OMR ഷീറ്റിലാണ് അല്ലെ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ OMR ഷീറ്റിൽ എഴുതുമ്പോൾ നമുക്ക് 1.5 മണിക്കൂർ സമയമുണ്ട്. നമ്മൾ കറക്കി എല്ലാം ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ടൈമാണ്. എന്നാൽ അങ്ങനെയല്ല നമ്മുടെ റെയിൽവേ SSCയിൽ എന്ന് പറയുന്നത്. നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് വരുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകുമ്പോൾ നമുക്ക് അവിടെ കുറച്ചും കൂടെ എന്താണ്, ജാഗ്രതയായിട്ട് നമ്മൾ നല്ലതായിട്ട് സീരിയസ് ആയിട്ടിരുന്ന എക്സാം എഴുതേണ്ട ആവശ്യം വരുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് വേണം? സ്പീഡും ഉണ്ടായിരിക്കണം, ആക്യുറസിയും ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരണം. കാരണം നമുക്ക് 1.5 മണിക്കൂർ ടൈം ഇല്ല. നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂർ ആയിരിക്കും മാക്സിമം വരുന്നത്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ വരുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് കാണും. അപ്പൊ ആ ഒരു
കാര്യം നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണം, അതിലേക്ക് തിരിയണം. അപ്പൊ നിങ്ങളടുത്ത് ഞാൻ ബേസിക്കലി പറയാണ്, മാത്സ് ഒക്കെ സെറ്റ് ആക്കണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ നിങ്ങൾ. അത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കാരണം അത് നമുക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത്യാവശ്യം കോൺസെപ്റ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും ദിശ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർ ബാച്ചസ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ PSC-യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾ എഴുതിയിട്ട് റെയിൽവേയിലേക്ക് തിരിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, റെയിൽവേ ഫോക്കസ് ചെയ്തിട്ടുള്ള റെഗുലർ ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ജൂലൈ 15-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബേസ് തൊട്ട് അഡ്വാൻസ് വരെ നിങ്ങൾക്ക് കവർ ചെയ്യുന്ന ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മുന്നിലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും, ടെക്സ്റ്റ് ബുക്കും മോക്ക് ടെസ്റ്റുകളും വർക്കൗട്ട് മെറ്റീരിയൽസും മെന്റർഷിപ്പ്, പേഴ്സണൽ മെന്റർഷിപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരൊറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതായത് RRBയുടെ റെഗുലർ ബാച്ചും ഉണ്ട്, അതുപോലെ SSCയുടെ റെയിൽവേ ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് 1 ഇയർ വാലിഡിറ്റി, ഇപ്പൊ തുടങ്ങിയാലും നിങ്ങൾക്ക് 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് അടുത്ത വർഷം വരുന്ന സെയിം എക്സാംസുകൾ, PSC-യിൽ നിന്നല്ല, എല്ലാ വർഷവും എക്സാംസ് നടത്തുന്ന ആൾക്കാരാണ് നമ്മുടെ SSCയും റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ ആ ഏതെങ്കിലും ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു കൃത്യമായ കോൺഫിഡൻസ് എന്ത് ചെയ്യാൻ പറ്റും, ദിശ അക്കാഡമിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. RRB റെഗുലർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൃത്യമായ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയാണ് പഠിക്കേണ്ടത്. കാരണം PSC-യിൽ നിന്ന് ഞാൻ ഷിഫ്റ്റ് ആയി വരുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആ ഒരു ചിന്ത നിങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത്. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. കൃത്യമായ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുത്തേ പറ്റുള്ളൂ. അത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് വരാൻ കാരണം എന്താണ്, CBT എക്സാം പാറ്റേൺ ആണ് വരുന്നത്. നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് PSC-യിൽ OMR എക്സാം ആയിരുന്നു, ഓഫ്ലൈൻ സെന്ററിൽ പോയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അല്ലെ, ഓഫ്ലൈൻ ആയിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതേസമയം RRB SSC എന്ന് പറയുന്നത് എന്താണ്, ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പ്രോപ്പർലി അറിയണം. നിങ്ങൾക്ക് അത് ടൈപ്പിംഗ് അറിയുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒരുപാട് സിസ്റ്റമാറ്റിക് ആയിട്ട് അറിയുകയോ അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മൗസ് പിടിക്കാൻ അറിയണം, എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യാൻ അറിയണം. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്ക്രോൾ ചെയ്യാൻ അറിയണം, മൗസ് ക്ലിക്ക് ചെയ്യാൻ അറിയണം, അത്ര കാര്യം മാത്രമേ ഉള്ളൂ. മൗസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് അപ്പൊ എന്ത് ചെയ്യും, ഒരു സ്ട്രിക്റ്റ് ടൈമർ ഉണ്ടായിരിക്കും. റെയിൽവേ അല്ലെങ്കിൽ SSC-യിൽ അല്ലെങ്കിൽ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമുക്കപ്പോൾ ടൈമർ ഓടുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ടെൻഷൻ ഉണ്ടാവും, ചിലപ്പോൾ പ്രഷർ ഉണ്ടായിരിക്കാം, ഒരു സെക്ഷണൽ പ്രഷർ വരും. ചില എക്സാംസുകൾക്ക് എന്തുണ്ട്, സെക്ഷൻ ബേസ് ചെയ്ത് ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട് ചില എക്സാമുകൾക്ക്. എല്ലാ എക്സാമിനും അല്ല, ചില എക്സാമുകൾക്ക്. പക്ഷെ നമുക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ 1.5 മണിക്കൂർ ആണെങ്കിൽ ആ 1.5 മണിക്കൂർ നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ഇത്ര സമയം പോയി, ഇത്ര സമയം ഞങ്ങൾ എടുത്തു എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ അറിയാനായിട്ട് പറ്റും. അപ്പൊ അവിടെ ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ വേറെ ഒരു സെന്ററിലും പോയി പഠിക്കുന്നില്ല, നോർമലി പെട്ടെന്ന് ഞാൻ PSC-യിൽ നിന്ന് വീട്ടിൽ ഇരുന്ന് തന്നെ കുറച്ച് മാത്സ് ഒക്കെ പഠിച്ചിട്ട് ഞാൻ റെയിൽവേ എഴുതാൻ പോകുന്നെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് കൃത്യമാവില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു ഡിജിറ്റൽ എൻവയോൺമെന്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല, സെറ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ഫോണിൽ ചെയ്യുന്ന പോലെ അല്ല നമ്മളെ ലാപ്പിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് മോക്ക് ടെസ്റ്റ്, ആ ഒരു പ്രഷർ തന്നെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. നിങ്ങളുടെ OMR ഷീറ്റ് എഴുതുന്നത്, നിങ്ങൾ ഫസ്റ്റ് ടൈം OMR ഒക്കെ എഴുതി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ടെൻഷൻ ആയിരിക്കും നിങ്ങൾ ഒരു ഡിജിറ്റൽ എൻവയോൺമെന്റിൽ ഒരു 2-3 പ്രാവശ്യം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടറിലാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഫോണിലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ടൈം പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അവിടെ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഡിജിറ്റൽ എൻവയോൺമെന്റിന്റെ ഒരു ഇത് വേണം. സ്ക്രീൻ റീഡിങ് ഫെറ്റീഗ്, നമുക്ക് പെട്ടെന്ന് ഈ സ്ക്രീനൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത്, സ്ക്രീൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താ, അങ്ങോട്ട് ചിലപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ടാക്കേണ്ടി വരും, ഓപ്ഷൻസ് അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റിലോട്ടൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യേണ്ടി വരും, കഴ്സറൊക്കെ മൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആയി പോവുകയാണ്. നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ അവിടെ ഒരുപാട് ടൈം പോകും എന്നുള്ളൊരു കാര്യം തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സെന്ററിൽ പോയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് ഈസിയാണ് കേട്ടോ. അത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, എങ്ങനെയാണോ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കൃത്യമായിട്ട് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് നിങ്ങളുടെ ചാലഞ്ചസ്. ആ ചാലഞ്ചസിന് നിങ്ങൾ മറികടക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങൾ ഒരു PSC സ്റ്റുഡന്റ് ആണ്, അതിന് എങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആയിട്ട് എങ്ങനെ മാറ്റാം. PSC നിങ്ങൾ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്,
കൺസിസ്റ്റന്റ് സ്റ്റഡിങ് ആണ് അല്ലെ. നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നും ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് മാർക്ക് നേടേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നും റിവിഷൻ ചെയ്യേണ്ട ഒരു മെത്തേഡ് നിങ്ങൾ ഉണ്ടായിരിക്കും. ഒരു കൺസിസ്റ്റന്റ് സ്റ്റഡിങ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ. നിങ്ങൾ PSC പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടും PSC നോക്കിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്നും പഠിക്കണം, എങ്ങനെയാണ് പഠിക്കണം, റിവൈസ് ചെയ്യണം. ഒരു ലാർജ് കണ്ടന്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ആ ലാർജ് കണ്ടന്റ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് വായിച്ച് ശീലമുള്ളവരാണ്, നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റുകൾ അറിയാനുള്ള ആൾക്കാരാണ്, കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് തവണ ലോങ് എക്സാംസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ലോങ് എക്സാം എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറോളൊക്കെ എക്സാം അറ്റൻഡ് ചെയ്ത് ശീലമുള്ളവരാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആണ്. ഹാൻഡ്ലിങ് പ്രഷറൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഒരുപാട് നിങ്ങളിപ്പോൾ പഠിച്ചവരാണെങ്കിൽ എന്നും ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കണമെന്നുള്ളൊരു പ്രഷറൊക്കെ ഓൾറെഡി അനുഭവിച്ച് കഴിഞ്ഞവരാണ് നിങ്ങൾ. ഇത്രയൊക്കെ പ്രഷർ എവിടെയേ ഉള്ളൂ, നമുക്ക് SSC റെയിൽവേയിലേക്ക് ഉള്ളൂ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയൊരു ടെൻഷൻ ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ എന്താണോ അത് നിങ്ങൾ ഇത്രയും നാൾ നിന്നേന്റെ, ഒരു 3-4 വർഷം നിന്നേന്റെ, അല്ലെങ്കിൽ 2 വർഷമെങ്കിലും മിനിമം നിന്നേന്റെ ഒരു എക്സ്പീരിയൻസിലാണ് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് തോന്നുന്നത്. അതേ ഈസി തന്നെയാണ് എവിടെയും തോന്നുന്നത്, നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴും തോന്നുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ചേഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, ഹാൻഡിൽ ചെയ്യുക. നമ്മുടെ ഒരു കൺസിസ്റ്റന്റ് സ്റ്റഡിങ് അല്ലെങ്കിൽ ലാർജ് കണ്ടന്റ് റിവൈസ് ചെയ്യുക, ഈ എക്സാമുകളിലേക്ക് ഇരുന്നുള്ള ശീലം, ഇതെല്ലാം നിങ്ങൾക്ക് റെയിൽവേ എക്സാമിന് വേണ്ടി യൂസ് ചെയ്യാം. എങ്ങനെ? മോക്ക് ടെസ്റ്റ് പെർഫോമൻസ്. ഈ ലോങ് ടെസ്റ്റുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുക്കാനും പറ്റുന്നതാണ്. എങ്ങനെ? കമ്പ്യൂട്ടർ സിസ്റ്റം വഴി മോക്ക് ടെസ്റ്റുകൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫോക്കസിങ് ആൻഡ് ടൈം പ്രഷർ അനുസരിച്ച് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ സില്ലി മിസ്റ്റേക്സുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങൾ OMR ഒക്കെ നല്ല കൃത്യമായിട്ടല്ലേ പൂരിപ്പിക്കാറുള്ളത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരിക്കൽ തെറ്റിപ്പോയത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ അത്രയും ആ ഒരു കൃത്യമായ സീരിയസ്നെസ്സോടെയാണ് നിങ്ങൾ എന്ത് എഴുതുന്നത്, PSC എക്സാംസുകൾ എഴുതുന്നത്. അത്രയും സില്ലി മിസ്റ്റേക്ക് പോലും അവോയ്ഡ് ചെയ്താണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാം, നിങ്ങളുടെ റെയിൽവേ SSC എക്സാംസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്ന പോലെ യൂസ് ദ സെയിം PSC റുട്ടീൻസ്. ശരിക്കും എങ്ങനെ യൂസ് ചെയ്യാം? നിങ്ങളുടെ PSC റുട്ടീൻ സെയിം ആയിട്ട് യൂസ് ചെയ്യും. എങ്ങനെ യൂസ് ചെയ്യണം? നിങ്ങൾ ഈ പറയുന്ന ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റഡി ബ്ലോക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കാണുമല്ലോ. നിങ്ങൾ ഫിക്സഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരിക്കും. ഹിസ്റ്ററി ഇത്രയും പഠിക്കണം, ജോഗ്രഫി ഇത്രയും പഠിക്കണം, അല്ലെങ്കിൽ പൊളിറ്റി ഇത്രയും പഠിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളൊരു സ്റ്റാറ്റസ് നിങ്ങൾ കീപ്പ് ചെയ്ത ആൾക്കാരായിരിക്കും. ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തതായിരിക്കും. മാത്സ് പഠിക്കണമെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഇവരിലൊക്കെ എഴുതി പഠിച്ചവരായിരിക്കും നിങ്ങൾ. അപ്പം വർഷങ്ങൾ ഇയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിച്ചവരാണ്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫിക്സഡ് സ്റ്റഡി ബ്ലോക്കുകളായിട്ട് യൂസ് ചെയ്യാം. റിവിഷൻ സ്ലോട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കാണും, ആ റിവിഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. റിവ്യൂ സെഷൻസ്. ഇപ്പൊ SSC റെയിൽവേ ആൾക്കാർക്ക് ചിലപ്പോൾ റിവിഷൻ പോലും ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. നിങ്ങളാവുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി റിവിഷൻ ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ്, PSC കാരാണെങ്കിൽ. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്ലൈ ചെയ്തിട്ട് റെയിൽവേ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി മനസ്സിലാക്കുക. ആ ഒരു ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് പ്രോപ്പർലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ചാലഞ്ചസിന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ഉറപ്പ് നൽകുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. എങ്ങനെയാണ് ആ PSC നിങ്ങളെ പഠിപ്പിച്ചത് അതേ ശീലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റെയിൽവേയും പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ട്രാൻസിഷൻ ആണ്. ലാംഗ്വേജ് ട്രാൻസിഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ SSC എക്സാംസുകൾ എഴുതുന്നെങ്കിൽ, SSC റെയിൽവേ ആണെങ്കിൽ ഇപ്പൊ എല്ലാം എന്ത് വരുന്നുണ്ട് നിങ്ങൾക്ക്, റെയിൽവേ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം എന്ത് വരുന്നുണ്ട്, റെയിൽവേയിലാണെങ്കിൽ ഇപ്പൊ മലയാളം ആഡപ്പ് ചെയ്തിട്ടുണ്ട്. മലയാളം എക്സാംസ്, അതായത് മലയാളത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ SSC റെയിൽവേ പഠിക്കുന്ന ഒരു കുട്ടികളുടെ അടുത്തും നമ്മൾ പറയത്തില്ല എന്താണ്, റെയിൽവേ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തും നമ്മൾ പറയില്ല എന്തെന്ന്, നിങ്ങൾ ഇംഗ്ലീഷിൽ എക്സാംസ് എഴുതാനേ ഞങ്ങൾ പറയുള്ളൂ. കാരണം മലയാളത്തിൽ എഴുതിയാൽ സമയം പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയുന്നുള്ള ഒരു കാര്യം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാറ്. പക്ഷെ മലയാളത്തിൽ ഓപ്റ്റ് ചെയ്ത് എഴുതുന്ന ആൾക്കാരുണ്ട്. കാരണം മലയാളമാണ് കംഫർട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ മലയാളം സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആൾക്കാരാണെങ്കിൽ മലയാളം തന്നെയാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ PSC പഠിച്ച ആൾക്കാർക്ക് മലയാളമാണ് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് മലയാളമാണ്. അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ലാംഗ്വേജ് ട്രാൻസിഷൻ കാര്യമാണ് പറയുന്നത്. മലയാളം ടു ഇംഗ്ലീഷ് വരുന്നുണ്ട് SSC ആണെങ്കിൽ. ഓക്കെ, SSC ആണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും, അവിടെ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരും. കാരണം നിങ്ങൾക്ക് മാത്സ് ഒക്കെ ആ ഒരു ഇംഗ്ലീഷ് ടേമുകൾ മനസ്സിലാക്കി എടുക്കാൻ തന്നെ കുറച്ച് താമസിക്കും. അതാണ് ഓട്ടോമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഏതൊരു സെന്ററിലെ ഓഫ്ലൈൻ സെന്റേഴ്സിലായാലും അല്ലെങ്കിൽ ഓൺലൈൻ സെന്റേഴ്സിലായാലും എന്താണ് മംഗ്ലീഷ് ടേമിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്, ഇംഗ്ലീഷാണ് പ്രാധാന്യം, ഇംഗ്ലീഷ് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇപ്പൊ SSC എക്സാംസിനാണെങ്കിൽ എന്തുണ്ട്, ഇംഗ്ലീഷ് ഒരു പ്രത്യേക പേപ്പറായിട്ട് തന്നെ ഉണ്ട്. ഇംഗ്ലീഷ് ഒരു പേപ്പറായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷാണ്, നിങ്ങൾക്ക് പറ്റുന്ന ഇംഗ്ലീഷ് തന്നെയാണ്. ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെയിൽവേയിലേക്ക് തിരിയാം. റെയിൽവേയിലേക്ക് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല.
അതുകൊണ്ടാണ് ഏറ്റവും വലിയ ആൾക്കാർ PSC നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് തിരിയാനുള്ള മെയിൻ കാരണം റെയിൽവേക്ക് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ റെയിൽവേയിൽ എന്താണ്, റെയിൽവേയിൽ ഇംഗ്ലീഷ് പാറ്റേൺ ആണ് വരുന്നത്, ഇംഗ്ലീഷ് പാറ്റേൺ ആണ് ഓട്ടോമാറ്റിക്കലി ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ മലയാളത്തിലും നിങ്ങൾക്ക് എക്സാം എഴുതാം, അവിടെയും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ കേരള PSC ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ്, മലയാളം മീഡിയം മെറ്റീരിയൽസ് ആണ്, എസ്പെഷ്യലി GK ആൻഡ് SA ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അവിടെ നിങ്ങൾ ഉണ്ടാവുന്ന ചാലഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റിംഗ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. കാരണം നമ്മുടെ ഏതൊരു ക്ലാസ് എടുത്ത് നോക്കിയാലും സെൻട്രൽ ഗവൺമെന്റ് ജോലി ഇപ്പൊ SSC ആയാലും റെയിൽവേ പഠിപ്പിക്കുന്ന ആൾക്കാരെല്ലാം ഇംഗ്ലീഷിലെ ക്ലാസ് എടുക്കും. ഇംഗ്ലീഷ് ടേംസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, എക്സാം ഇംഗ്ലീഷിൽ വരുന്നതുകൊണ്ടാണ്. ഈ ഒരു 2 വർഷമായിട്ടാണ് മലയാളത്തിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചേഞ്ച് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, മലയാളം ടു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നിൽക്കേണ്ട നിങ്ങൾക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻസ് കിട്ടുന്നു എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇമോഷണൽ ഓവർവെൽം അല്ലെങ്കിൽ സോഷ്യൽ പ്രഷർ ആണ്. പിന്നെ വരുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രധാന പ്രശ്നം എന്ത് തന്നെയാണ്, നിങ്ങൾ കുറെ നാളായിട്ട് PSC പഠിച്ചു, ഇനി ഞാൻ SSCയിലേക്ക് തിരിയണമെന്ന് കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് പുച്ഛിക്കും അല്ലേ. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രഷർ എന്ന് പറയുന്നത്. ഫീലിംഗ് ലൈക്ക് എ ബിഗിനർ അഗെയിൻ. പെട്ടെന്ന് ഇത്രയും നാൾ PSCയിലല്ലേ നീ പഠിച്ചോണ്ടെന്ന് ഉടനെ നീ SSCയിലേക്ക് മാറി, നിനക്ക് എന്താ വേറെ വഴിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കാണും അല്ലേ. സൊസൈറ്റി കുറെ ക്വസ്റ്റ്യൻ ചെയ്യും. നമുക്കപ്പോൾ എന്ത് തോന്നും, നമുക്ക് സെൽഫ് ഡൗട്ട് തോന്നും, അയ്യോ ഞാൻ ഇത്രയും ശരിയാണല്ലോ, ഞാൻ PSCയിൽ വർക്ക് ചെയ്തൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതൊന്നും കിട്ടാത്തതൊന്നും നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടായിരിക്കത്തില്ല. അതായത് നിങ്ങൾ ലക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വിധി എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ എന്തും നിങ്ങൾക്ക് എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. മറ്റുള്ളവർ എന്ത് പറയുന്നതെന്നൊന്നും ചോദിച്ച് നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കണം. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഫിയറിനെയൊക്കെ മറികടന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പാറ്റേണും ആൻസൈറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ ഈ പറയുന്ന പോലെ ഫിയർ ഉണ്ടായിരിക്കും, കാരണം പുതിയ പാറ്റേൺ ആണ് വരുന്നത്, PSC പഠിച്ച സ്ഥാനമല്ല SSCയിൽ വരുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കിടക്കുന്നു. അങ്ങനെ ഒരു കാര്യം കാരണം അൺനോൺ സിസ്റ്റത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അത് ലൈക്ക് നിങ്ങൾ എന്നെ ചിന്തിക്കുക, ഐ എം സ്റ്റാർട്ടിങ് ഓൾ ഓവർ അഗൈൻ, വൈ ഈസ് ഇൻ മൈ നോളജ് എനഫ്, ഞാൻ ഇത്രയും നാൾ പഠിച്ചത് എന്തുകൊണ്ടാണ്, ഞാൻ 2 സിസ്റ്റത്തിന്റെ ഇടയിലും സ്റ്റക്കായി നിൽക്കുന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങളെ തളർത്തരുത്, നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം നിങ്ങൾക്ക് എന്താണ് അൾട്ടിമേറ്റ് എയിം ഒരു ജോലിയാണ്. പിന്നെ ഏതൊരു എക്സാം ആയാലും ഈ പറയുന്ന പോലെ എല്ലാത്തിനും സ്റ്റക്ക് ഓൺ ആണോ എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഒരു എക്സാം, ഇപ്പൊ നിങ്ങൾ PSCക്ക് വേണ്ടി 2-3 വർഷം കളഞ്ഞു എങ്കിൽ SSCയിലും അതുപോലെ 2-3 വർഷം കളയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ എത്രയാണ്, ഒരു 2 വർഷം അത്രയും കൊടുത്താൽ മതി. 2 വർഷം നിങ്ങൾ കൊടുക്കുക. ഫസ്റ്റ് ഇയർ നിങ്ങൾ കഷ്ടപ്പെട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ എഫേർട്ട് ഇട്ട് കൊടുക്കുക. ആ കംപ്ലീറ്റ് എഫേർട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഹോപ്പ് കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നിയർ ബൈ ആ ഒരു കട്ട് ഓഫിനൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 വർഷം കൂടെ ട്രൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം തന്നെ മതി, മാക്സിമം മതി. കാരണം 1 വർഷത്തിനുള്ളിൽ എല്ലാ എക്സാമും വിളിക്കുന്നുണ്ട്, SSC ആയാലും റെയിൽവേ ആയാലും എല്ലാം വിളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സാം ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു കോൺഫിഡൻസിൽ വേണം നിങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അല്ലാണ്ട് ഈ ഒരു ഇമോഷണൽ ഓവർവെൽമിങ്ങിൽ നിങ്ങൾ നിൽക്കരുത്. ആ ഒരു സൊസൈറ്റി പ്രഷർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അതിനെ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ആരെ അറിയിക്കുകയും വേണ്ട, നിങ്ങൾ SSC പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ റെയിൽവേ പഠിക്കുന്നുണ്ടെന്ന് ആരെ അറിയിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു PSC പഠിച്ചതിന്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്ന പോലെ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ മെന്റൽ ആ ഒരു എബിലിറ്റിയിലാണ് അതെല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറും നിങ്ങൾക്ക് ഉണ്ടാവരുത്. അത് ചേഞ്ച് ആക്കി വരണം, മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ PSC പലരും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, SSC പുച്ഛിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഈ SSC എക്സാംസ് ഒക്കെ എന്ന് എഴുതി ക്ലിയർ ആവാനാ, PSC കിട്ടുന്നില്ല, അപ്പൊ SSC കിട്ടണം എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെന്നെങ്കിൽ നല്ല സാലറി വേണം. ആ നല്ല സാലറി വേണമെങ്കിൽ ഉറപ്പായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ജോലി നേടിയേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് പേ കമ്മീഷൻ ചേഞ്ച് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. 8th പേ കമ്മീഷൻ വന്നു കഴിഞ്ഞു. മിനിമം പറയുകയാണെങ്കിൽ എല്ലാ ജോലികൾക്കും 50,000-ൽ പുറത്ത് സാലറി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ജോലികളെല്ലാം വരുന്നത്. പോട്ടെ 35,000-ൽ പുറത്ത് സാലറി നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, PSCയിൽ കംഫോർട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള, അതായത് ലോക്കൽ ആയിട്ടുള്ള ജോലിയാണ് ചെയ്യാൻ ആഗ്രഹം, അല്ലെങ്കിൽ പറയുന്ന പോലെ പ്രഡിക്റ്റബിൾ ജോബുകളാണ് PSCയിൽ വരുന്നത്. അതായത് ഈ പറയുന്ന പോലെ LD ക്ലർക്ക് ആയിരിക്കും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരിക്കും, LGS പോസ്റ്റ് ആയിരിക്കും, SI ഫയർമാൻ പോലെയുള്ള യൂണിഫോം പോസ്റ്റുകളുണ്ട്, പ്രിസണർ ഓഫീസർ, അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന പോസ്റ്റുകളാണ്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ വർക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാം, നമുക്ക് ഏറ്റവും നല്ലത് അതാണ് എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ SSCയിലോട്ടോ അല്ലെങ്കിൽ റെയിൽവേയിലോട്ടോ തിരിയരുത്.
കാരണം എന്താണ്, നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ അത് തന്നെ ഫോക്കസ് ചെയ്യും. പക്ഷെ അല്ല, എനിക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആണ് വേണ്ടത് എന്റെ ഫാമിലിക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇനി വരാൻ പോകുന്ന ഒരു ഫാമിലി, എനിക്ക് മെയ്ഡപ്പ് ചെയ്യേണ്ട ഫാമിലി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, SSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലികളിലേക്ക് തിരിയാം. എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തത്തുള്ളൂ. പിന്നെ എന്താണ് SSC RRB എന്ന് പറയുന്നത്? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ട്രാൻസ്ഫറബിൾ ജോലിയാണ്. ഓൾ ഇന്ത്യയിലായിരിക്കും വരുന്നത്, ഇന്ത്യ ബേസ് ചെയ്തായിരിക്കും ജോലി വരുന്നത്. കേരളത്തിൽ കിട്ടും ഇല്ല എന്നല്ല, ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ബേസിസിലായിരിക്കും ചില ജോലി പോസ്റ്റിങ്ങുകൾ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരിക്കും, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കിടന്ന് എനിക്ക് ജോലി ചെയ്യാനൊന്നും തീരെ താല്പര്യമില്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആവണമെന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ ജോലി ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. പക്ഷെ ഈ പറയുന്ന പോലെ SSC റെയിൽവേയിലായാലും നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ ജോലി കിട്ടുന്ന എത്ര പേരുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ചാലഞ്ചസ് എന്താണ്? ഇമോഷണൽ റെഡിനെസ് ഫോർ റീലൊക്കേഷൻ. ചിലർക്ക് എന്തുണ്ടായിരിക്കും, റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലായിരിക്കും, ഹിന്ദി സ്പീക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഇംഗ്ലീഷ് അറിയാത്തവരായിരിക്കാം, നാഷണൽ സർവീസ് ചെയ്യാൻ താല്പര്യം, അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ ചേഞ്ച് ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. PSC തന്നെയാണ് നിങ്ങൾക്ക് കംഫോർട്ട് എങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, വേർ PSC ട്രെയിനിങ് ഡസൻ ഹെൽപ്പ് മച്ച് എന്ന് പറയുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് മച്ച് ചെയ്യുന്നില്ല, പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, എഫേർട്ട് നിങ്ങളെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഈ പറയുന്ന പോലെ ഏരിയ എന്ന് പറയുന്നത് വാട്ട് ടു വർക്ക് ഓൺ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എവിടെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാത്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, PSC എന്താണ് ഫാസ്റ്റ് കാൽക്കുലേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അപ്പൊ എത്രയും നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നില്ല. പക്ഷെ റെയിൽവേ എക്സാംസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ആൻഡ് ഭയങ്കര സ്പീഡ് വേണം നിങ്ങൾക്ക്. ഒരു ക്വസ്റ്റ്യന് ചിലപ്പോൾ 1 മിനിറ്റ് താഴെ നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കുള്ളൂ. 100 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി അല്ല. അത് മാത്സും കൂടെ ഇൻവോൾവ് ആകുമ്പോൾ ശ്രദ്ധിക്കുക, മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, രണ്ട് നമ്മുടെ സമയം കളയുന്ന ഒരു സാധനമാണ്. നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അത്രയും പ്രാക്ടീസ് ഉണ്ടാവണം. ചുമ്മാ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഈ പറയുന്ന റെയിൽവേ അല്ലെങ്കിൽ SSC എന്ന് പറഞ്ഞാൽ. മാത്സും റീസണിങ്ങും ഉള്ളതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, PSC ഫാസ്റ്റ് കാൽക്കുലേഷൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ റെയിൽവേയിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണം സ്പീഡ് ആൻഡ് ഹെവി കാൽക്കുലേഷൻ തന്നെ ഉണ്ടായിരിക്കണം. റീസണിങ് ആകുമ്പോൾ അവിടെ എന്തുണ്ട്, PSC ബേസിക് റീസണിങ് ആണ് വരുന്നത്. റെയിൽവേയിലാകുമ്പോൾ കുറച്ച് ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ഇതുണ്ട്. നിങ്ങൾക്ക് അതിൽ തന്നെ ബ്ലഡ് റിലേഷൻ ഒക്കെ നിങ്ങൾ PSC ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഈ ഒരു ചുവർ ചിത്രത്തിൽ നോക്കിയിട്ട് ഇത് എന്റെ മാമന്റെ മോളാണെന്നൊക്കെ പറയുന്ന അങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ് റേഞ്ചിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. റീസണിങ് ഒക്കെ നിങ്ങളെ കൊണ്ട് പറ്റും. ആകെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന മാത്സിന്റെ ഭാഗമാണ്. ആ മാത്സിന്റെ ഭാഗം നിങ്ങൾ ഇച്ചിരി ഒന്ന് ആദ്യമേ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ എന്ത് വേണം, മോക്ക് ടെസ്റ്റ് സ്പീഡ് വേണം. സ്പീഡ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ 100 ക്വസ്റ്റ്യനിൽ 50 ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഇത് കാണത്തില്ല. കാരണം നിങ്ങൾ അങ്ങനെയാണ് പഠിച്ചു വന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. റെയിൽവേ എന്ത് വേണം, നിങ്ങൾക്ക് ക്വിക്ക് സ്വിച്ചിങ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ്. PSC എന്തിനാണ്, സ്ലോവർ പേസ് ആയിട്ടാണ് പോകുന്നത്. സ്ലോവർ പേസ് ആയിട്ടാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, OMR വായിച്ച് ലാവിഷായിട്ട് സമാധാനത്തേക്ക് ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതേപോലെ ആയിരിക്കില്ല നമ്മുടെ മോക്ക് ടെസ്റ്റ് എഴുതാം. അവിടെ ഒരു സ്പീഡ് കാൽക്കുലേഷൻ ഉണ്ട്. നമുക്ക് ഈ ടൈം ഇങ്ങനെ ഓടുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എഴുതി കഴിയുമോ എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. മോക്ക് ടെസ്റ്റുകൾ ഏതൊരു എക്സാമിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അതായത് സെൻട്രൽ ഗവൺമെന്റിൽ ഏതൊരു എക്സാം നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നോ അതിനെല്ലാത്തിലും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് ടൈപ്പിംഗ് അല്ലെങ്കിൽ CBT പ്രാക്ടീസ് ആണ്. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സിസ്റ്റത്തിൽ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡ് ഉണ്ട്, ആക്യുറേറ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ആ സ്ക്രോളിംഗ്, ഓൺ സ്ക്രീൻ സോൾവിംഗ് ഒക്കെ ആദ്യമേ നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാണ്ട് പെട്ടെന്ന് PSC OMR എഴുതിക്കൊണ്ടിരുന്ന നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ആ 100 ക്വസ്റ്റ്യൻ പോലും കാണാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ പതുക്കെ വായിച്ച് മനസ്സിലാക്കി, അത് കമ്പ്യൂട്ടറിലാകുമ്പോൾ നമുക്ക് ഓൺ സ്ക്രീനിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ആ ബുദ്ധിമുട്ടുകളും പിന്നെ എന്താണ് സ്ക്രോൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ആയിരിക്കണം. ബൈ പ്രാക്ടീസേ നിങ്ങൾ ശരിയാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇട്ട് തുടങ്ങുക. അപ്പൊ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇനി വർക്ക് ചെയ്യേണ്ട ഫീൽഡ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ എന്താണ് നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാക്കി വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, PSC പഠിച്ചത് എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോവില്ല. നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചത് എന്താണ്, ബേസിക് ആണ്, കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ആണ്. അത് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആണ്. അത് നിങ്ങൾക്ക് എന്ത് തരും,
എന്ത് തന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നോളജ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെപ്തിൽ തന്നെ കാര്യങ്ങൾ അറിയാം, ഇൻഡെപ്ത് കാര്യങ്ങൾ അറിയാം. ഏതൊരു SSC റെയിൽവേ ആൾക്കാരെക്കാളും കൂടുതൽ കാര്യം നിങ്ങൾക്ക് അറിയാന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. ഡിസിപ്ലിൻ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് PSCയിൽ നിന്ന് കിട്ടി. കാരണം ഒരുപാട് ലിസ്റ്റ് വന്നു, ഒരുപാട് എക്സാംസുകൾ നിങ്ങൾ എഴുതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് അതിന് വേണ്ടിയായിട്ട് പേഷ്യന്റ് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡിസിപ്ലിൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായി. എങ്ങനെ പഠിക്കണം, എത്ര തവണ റിവിഷൻ ചെയ്യണം, എത്ര തവണ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കണം, എത്ര തവണ എഴുതി പഠിക്കണം, കാണാതെ പഠിക്കണം എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. സ്ട്രാറ്റജി നിങ്ങൾക്ക് പ്രോപ്പർലി അറിയാം അല്ലെ? സ്ട്രാറ്റജി കൃത്യമായിട്ട് അറിയാം, എങ്ങനെയൊക്കെയാണ് ബേസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഡെപ്ത്, എല്ലാ കാര്യത്തിലും ഡെപ്ത് നോളജ് ആണ് നിൽക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതെല്ലാം നിങ്ങൾക്ക് PSC തന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെയിൽവേയിൽ എങ്ങനെ ആഡ് ചെയ്യാം, റെയിൽവേയിൽ പിന്നെ ആഡപ്പ് ചെയ്യാൻ പറയുന്നത്, പ്ലസ് ചെയ്യേണ്ടത്, ഇതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്താൽ മതി. നിങ്ങൾ കുറച്ച് സ്പീഡ് വേണം. അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യണോ, ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് താഴെ നമുക്ക് സമയം എടുക്കാവോ. അതിന് നമുക്ക് എന്തറിയണം, സ്പീഡ് ഉണ്ടായിരിക്കണം. നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ്, നമ്മുടെ ബ്രെയിൻ ആയിരിക്കണം അവിടെ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ നല്ല വർക്കിംഗ് ആണ്. കാരണം PSCയിലൊക്കെ നന്നായിട്ട് റിവൈൻഡ് ചെയ്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യാൻ പറ്റും, മേഡപ്പ് ചെയ്യാൻ പറ്റും. സ്പീഡ് വേണം, പാറ്റേൺ റിക്കഗ്നൈസ് ചെയ്യണം. അതായത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന പാഠത്തിലാണ്, ഇന്ന ചാപ്റ്ററിൽ നിന്നാണ് വന്നത്, അത് നിങ്ങൾക്ക് കിട്ടില്ലേ, നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുക, മാത്സിൽ വേണ്ടി യൂസ് ചെയ്യുക. മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഒരു ചാപ്റ്ററിലുള്ളതാണ്, അല്ലെങ്കിൽ ഇത് മറ്റൊരു ചാപ്റ്ററിലുള്ളതാണ്, അതിന്റെ ഫോർമുല ഇതാണ് എന്ന് പഠിക്കേണ്ട ഒരു സെൻസ് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ എന്താണ്, ടൈം, പ്രഷർ, ആക്യുറസി. ആ ടൈമിനനുസരിച്ച് അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ആക്യുറസി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് എന്താണ് OMR പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മായ്ക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. തിരിച്ചു പോയിട്ട് അയ്യോ ഇത് ഞാൻ അവിടെ കൊടുത്തത് തെറ്റാണല്ലോ എന്ന് വീണ്ടും ആലോചിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വന്ന് കൊടുക്കാം. പക്ഷെ അതിന് എന്ത് വേണം, നിങ്ങൾക്ക് ആ ടൈം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് രണ്ടാമതും ക്വസ്റ്റ്യൻസ് കാണണമെന്നുണ്ടെങ്കിൽ ആ ടൈം നിങ്ങൾ പ്രോപ്പർലി മാനേജ് ചെയ്യണം. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ്, നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചതൊന്നും വേസ്റ്റ് ആവാൻ പോകുന്നില്ല. അതെല്ലാം നിങ്ങളുടെ അഡ്വാൻറ്റേജസ് ആണ്. ആ അഡ്വാൻറ്റേജസ് നിങ്ങൾ പ്രോപ്പർലി യൂസ് ചെയ്താൽ മതി. ഒരു കാര്യവും നിങ്ങൾ ബാക്കിലോട്ട് വലിക്കരുത്. നിങ്ങൾ PSCയിൽ നിന്ന് ഷിഫ്റ്റായി മറ്റൊരിടത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകണം, ഉറപ്പായിട്ടും പോകണം. അത് ഏതൊരാളായാലും അങ്ങനെ തന്നെയാണ്. ഈ കരിയറിൽ ഞാൻ SSC റെയിൽവേ ഒരുപാട് നാളായിട്ട് പഠിച്ചിട്ട് എനിക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വേറെ വല്ല വഴിക്കും പോകും. അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ഒന്നിൽ തന്നെ സ്റ്റക്ക് ഓൺ ആവരുത്, ഒരിക്കലും ആവരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചത് ഒരു കാര്യവും വേസ്റ്റ് അല്ല. ഞാൻ പലപ്പോഴും ചോദിക്കുന്നതായിട്ടുണ്ട്, ഡിഗ്രി എടുത്ത് എന്തിനാന്നോ എന്നുള്ളൊരു കാര്യം അല്ലേ. ഡിഗ്രി എടുത്തിട്ട് നമ്മൾ ചുമ്മാ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം എന്താണ്, നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ പഠിച്ചതിന് നമുക്ക് എവിടെയെങ്കിലും യൂസ് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ PSCയിൽ നിന്ന് റെയിൽവേയിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷെ അതിന് വേണ്ടിയായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് ചോദിച്ചാൽ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ, നിങ്ങളുടെ ചാലഞ്ചസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നന്നായിട്ട് തന്നെ പഠിക്കണം, നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് ജോലി വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജോലിയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലി നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ PSCയിൽ നിന്ന് ഒരിക്കൽ കംപ്ലീറ്റ് ഷിഫ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ PSC ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ 3-4 വർഷം ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത കരിയറിലേക്ക് നിങ്ങൾക്ക് തിരിയാവുന്നതാണ്. ഇല്ല എനിക്ക് PSCയിൽ ഇത്രയും മാർക്ക് കിട്ടി, ഞാൻ അതിന്റെയൊക്കെ ബ്രിമ്മിലാണ് നിൽക്കുന്നത്, എനിക്ക് അടുത്ത പ്രാവശ്യം എഴുതി കിട്ടും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റുകളാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. പക്ഷെ ഒരിക്കലും ഫ്യൂച്ചർ നിങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് ആവരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്